ഹലോ LDC ഫൈനൽ റിവിഷൻ 10ാം ദിവസമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജിയിൽ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ പഠിപ്പിനൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചോണേ. പിന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ്, നമ്മൾ ഇന്ത്യയിൽ ആദ്യം എന്നുള്ള ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അതൊരു ബുക്ക് എടുത്ത് എഴുതി നിങ്ങൾ റിവിഷൻ ചെയ്ത് പൊക്കോണം. പിന്നെ ഇംഗ്ലീഷ് അല്ല മലയാളത്തിലെ പരിഭാഷ എന്ന സംഭവമുണ്ട്. അത് ഇംഗ്ലീഷ് വേർഡുകളുടെ മലയാള മീനിങ് വരുന്നത്, അത് നമ്മളിന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയുടെ റിവിഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ അറ്റൻഡ് ചെയ്തേ പോകാവൂ. പിന്നെ നമ്മുടെ LDC ഓൺലൈൻ ബാച്ച് ഉണ്ട്. LDC ഓൺലൈൻ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാനിവിടെ നമ്പർ എടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ LDCയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അത് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിന് ഒരു മാസത്തേക്ക് 20 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡെയിലി പരീക്ഷ ഉണ്ടാവും, ഡെയിലി വർക്കൗട്ട്സ് ഉണ്ടാവും. പിന്നെ നമ്മളെടുക്കുന്ന യൂട്യൂബ് ക്ലാസ്സിൻ്റെ നോട്ടെല്ലാം അവിടെ കിട്ടും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ പൊതുജനാരോഗ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ. എന്താണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ? കേട്ടോ, നമുക്ക് നോക്കാം. ഈ എന്താണ് പ്രതിരോധം എന്നാണ് പറയാൻ പോണത്. രോഗാണു പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിൻ്റെ കഴിവാണെന്ത്? പ്രതിരോധ ശേഷി. മനസ്സിലായോ? അതായത് ഒരു രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് തടയാനും, ഇനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തോട്ട് രോഗാണു കയറിക്കഴിഞ്ഞാൽ അതിനെ ഈ കാക്ക ഇത്രത്തിനും ഉണ്ടായിരുന്നില്ലടാ. രോഗാണു പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കൾ നശിപ്പിക്കാനുമുള്ള ശരീരത്തിന്റെ കഴിവാണെന്ത്? പ്രതിരോധ ശേഷി. മനസ്സിലായി? അതായത് നമ്മുടെ ഉള്ളിലേക്ക് വരാതെ നോക്കണം, ഇനി വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം? നശിപ്പിക്കണം. ആ കഴിവിനെ പറയുന്ന പേരാണെന്ത്? പ്രതിരോധ ശേഷി. ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ താങ്കളൊന്ന് പറഞ്ഞേ. നീ നോക്കാതെ പറഞ്ഞാൽ മതി. ശരീരം മാത്രമേ കണ്ടുള്ളൂ. അതിനനുസരിച്ച് വാക്കൊക്കെ ചേർത്ത് എൻ്റെ പയ്യെ. ഇവിടെ ശരീര ആവരണങ്ങളും സ്രവങ്ങളും. എന്താണ് ശരീര ആവരണങ്ങളും സ്രവങ്ങളും? പിന്നെ ശരീരദ്രവങ്ങളും. മനസ്സിലായ? ശരീര ആവരണങ്ങളും സ്രവങ്ങളും പിന്നെ ശരീരദ്രവങ്ങളുമാണ് എന്ത് ചെയ്യുന്നത്? പ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്നത്. പറ. അപ്പോൾ പ്രതിരോധ സംവിധാനം, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? ശരീര ആവരണങ്ങളും സ്രവങ്ങളും. ശരീര ആവരണങ്ങളും സ്രവങ്ങളും പിന്നെ ശരീരദ്രവങ്ങളും. ഓക്കെ, ഈ ശരീര ആവരണങ്ങളിലും സ്രവങ്ങളിലും എന്തൊക്കെ വരും? ത്വക്കുണ്ട്, വിയർപ്പുണ്ട്, കണ്ണുനീരുണ്ട്, ഉമിനീരുണ്ട്. നമ്മുടെ ശരീര ആവരണങ്ങളിലും സ്രവങ്ങളിലും പെടുന്നത് എന്തൊക്കെയാന്ന് കേട്ട് കഴിഞ്ഞാല് ത്വക്കുണ്ട്. ഒന്നെന്താണ്ട? ത്വക്ക്. പിന്നെ ശ്ലേഷ്മസ്തരം. എന്താണ് ശ്ലേഷ്മസ്തരം? ഈ ശ്ലേഷ്മം വെച്ചാൽ എന്താണെന്ന് അറിയാവോ? മ്യൂക്കസ്. എന്താണ് മ്യൂക്കസ് കേട്ടാ. അപ്പൊ ത്വക്കുണ്ട്, ശ്ലേഷ്മസ്തരമുണ്ട്, ശ്ലേഷ്മമുണ്ട്. പറയാ ഏതൊക്കെയാടാ? ത്വക്ക്, ശ്ലേഷ്മസ്തരം. പറ. ത്വക്ക്, ശ്ലേഷ്മസ്തരം. പിന്നെ ഉമിനീരും കണ്ണുനീരും കേട്ടാ. ഉമിനീരും കണ്ണുനീരും. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ശരീര ആവരണങ്ങളിലും സ്രവങ്ങളിലും പെടുന്നത്. അപ്പൊ എന്തൊക്കെയാണ്ട? ത്വക്ക്, ശ്ലേഷ്മസ്തരം, ശ്ലേഷ്മം, ഉമിനീര്, കണ്ണുനീര് കേട്ടാ. ഉമിനീര്, കണ്ണുനീര്. കരയണ നല്ലതാണ്. എന്തുകൊണ്ടാണ്? കണ്ണ് വൃത്തിയാവും. ഓക്കെ, കണ്ണ് വൃത്തിയാവും കേട്ടാ. കാരണം കണ്ണുനീരിൽ എന്തുണ്ടാ? ലൈസോസൈം എന്ന് പറയുന്ന രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള എൻസൈം ഉണ്ട്. ആ ലൈസോസൈം നമ്മുടെ കണ്ണിൽ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴൊക്കെ കരയണത് എന്താണ്? നല്ലതാണ് കേട്ടാ. നീ കരയാറുണ്ടോ? നീ ലാസ്റ്റ് കരഞ്ഞ 2023 എപ്പോഴും കരഞ്ഞ? 2022 ഇല്ല, കരയാറില്ല. കുറെ കാലമായി കരഞ്ഞിട്ട്. ഓക്കെ, 2021 ജാനുവരി അടുപ്പിച്ച്. ഓർമ്മയില്ല. ഓക്കെ, പെൺകുട്ടി എവിടാ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കരയാറുണ്ട്. ഓക്കെ, അവിടെ പിന്നെ പറയണ്ടല്ലോ. എന്നെ കെട്ടിന്റെ അന്നോട്ട് കരച്ചില്ലേ എന്നെ. ഓക്കെ, സന്തോഷാണെന്ന് കണ്ണീരടാ. എനിക്ക് ഇത്രയും നല്ലൊരു അങ്ങനെയല്ലേ ആനന്ദ കണ്ണീര് അതുണ്ടാവാറ്. ഓക്കെ, ഓക്കെ, ശരി. അപ്പൊ അത് മനസ്സിലായി. ശരീര ആവരണങ്ങളിലും സ്രവങ്ങളിലും പെടുന്നത് ഈ സാധനങ്ങളാണ്. ഇനി ശരീര ദ്രവങ്ങളിൽ പെടുന്നത് എന്തൊക്കെയാണെന്നറിയാം? ദ്രവങ്ങൾ. രക്തം മാത്രം പറഞ്ഞാൽ പോരാ കേട്ടോ. രക്തത്തിന് ഒന്നുകൂടെ ഉണ്ട്. എന്താണ്? ലിംബ്. രക്തവും ലിംബും. എന്താണ്? രക്തവും ലിംബുമാണ്. അപ്പൊ നമ്മളെ ഇത് ഞാൻ പഠിപ്പിച്ചില്ല മുകളിൽ. ശരീരദ്രവങ്ങൾ ഏതൊക്കെ? രക്തവും ലിംബുമാണ്. അപ്പൊ ആവരണങ്ങളിലും സ്രവങ്ങളിലും വരുന്നത്
ത്വക്ക്, ശ്ലേഷ്മസ്തരം, ശ്ലേഷ്മം, ഉമിനീര്, കണ്ണുനീര്. ഓക്കെ, അടുത്ത് ശരീരദ്രവങ്ങളിൽ പെടുന്നത് രക്തവും ലിംബം. ഓക്കെ, ബുദ്ധി ഉണ്ടെങ്കിൽ പറയണേ. നിങ്ങൾ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം, എന്തൊരു ബ്രില്യന്റ് വേർഡാ ത്വക്ക്. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ഏത്? ത്വക്ക്. എങ്കിൽ പറ, രോഗാണു പ്രവേശനം തടയുന്ന സുരക്ഷാ കവചം ത്വക്ക്. ഏതാണ്? ത്വക്ക്. കണ്ടില്ല, നമ്മളെ പിള്ളേരെ കണ്ടില്ലേക്കളെ. ഓക്കെ, അപ്പൊ ശരീരത്തെ പോയി സംരക്ഷിക്കുന്ന ആവരണമാണ് ത്വക്ക്. രോഗാണു പ്രവേശനം തടയുന്ന സുരക്ഷാ കവചം ഏതാണ്? ഇത് കാക്കകളുടെ സംസ്ഥാന സമ്മേളനം. എന്തോ തന്നെ കാക്കകളുടെ ഞാൻ പറഞ്ഞു കേട്ട് പ്രതിഷേധിക്കാൻ വന്നതിന് എന്തോ നേരത്തെ ഒരു കാക്ക എഴുതി, ഇപ്പൊ 15 കാക്കയെ കൂടുതലായി. തണ്ണിമത്തന്റെ തോടെടുക്കാൻ വന്നതാണ്. ഇതെല്ലാം കൂടെ തണ്ണിമത്തം വാച്ച് നിന്നിട്ട് തോടെടുത്ത് അവിടെ ഇട്ട് മഞ്ഞ തണ്ണിമത്തന്റെ തോട് കൊണ്ട് വീട്ടിന്റെ അവിടെ ഇട്ടിരുന്നു. അമ്മ ഒരു ദിവസം വൈകിട്ട് എന്നോട് പറഞ്ഞില്ലേ, നമുക്കൊന്നും തരാ, നീ മഞ്ഞ തണ്ണിമത്തം വെച്ചിട്ടില്ല. നീ സമ്മതിച്ചാ? നിങ്ങൾ പിന്നെ ഞാൻ സമ്മതിച്ചു. അമ്മ എന്തിനു ശരി, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ത്വക്കാണ് നമ്മുടെ ശരീരത്തെ പൊതു സംരക്ഷിക്കുന്ന ആവരണം ത്വക്കാണ്. രോഗാണു പ്രവേശനം തടയുന്ന സുരക്ഷാ കവചവും ഏതാണ്? ഈ ത്വക്കാണ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനം. മനസ്സിലായില്ലേ? ഈ ത്വക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനം. ഈ ത്വക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം കേട്ടോ. അതുകൊണ്ട് വല്ലപ്പോഴും കുളിക്കണം. ഓക്കെ, ശരി. അപ്പൊ രോഗാണുക്കളെ തടയുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ ഉണ്ട്. രോഗാണുക്കളെ തടയുന്ന ഏത് പ്രോട്ടീൻ പിള്ളേരെ? കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കാണപ്പെടുന്നത് എവിടെയെന്നറിയാവോ? എപ്പിഡെർമിസിലാണ്. എവിടെയാണ്? എപ്പിഡെർമിസ്. നമ്മുടെ ത്വക്കിന്റെ ഏറ്റവും പുറമേയുള്ള ആവരണമാണ് ഏത്? എപ്പിഡെർമിസ്. ആ എപ്പിഡെർമിസിലാണ് എന്ത് കാണപ്പെടുന്ന പിള്ളേരെ? കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കാണപ്പെടുന്നത്. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനാണ് ഏത്? കെരാറ്റിൻ. ഏതാണ് പിള്ളേരെ? കെരാറ്റിൻ. അപ്പൊ രോഗാണുക്കളെ തടയുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കാണപ്പെടുന്നത് എവിടെയാണ്? എപ്പിഡെർമിസിലാണ്. നമ്മുടെ ത്വക്കിന് ഒരു എണ്ണമയം ഇല്ലേടാ? ത്വക്കിന് എണ്ണമയം ഉണ്ട്. ത്വക്കിന് തൊട്ട് നമുക്ക് എണ്ണമയം ഉണ്ട്. അതുപോലെ ത്വക്കിന് വെള്ളം പറ്റി പിടിക്കുമോ? നമ്മുടെ ത്വക്ക് വാട്ടർ പ്രൂഫാണ്. ത്വക്കിന് എന്ത് ചെയ്യത്തില്ല? വെള്ളം പറ്റി പിടിക്കത്തില്ല. ഓക്കെ, ആ ത്വക്കിന് എണ്ണമയമുള്ളതും വെള്ളം പറ്റി പിടിക്കാതെ സഹായിക്കുകയും ചെയ്യുന്ന സെബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഏത്? സെബേഷ്യസ് ഗ്രന്ഥി. അതായത് ഈ പറയുന്ന സെബം എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ്, ഒരു സംഭവമാണ്. ആ സെബം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ത്വക്ക് എങ്ങനെ ഇരിക്കുന്നത്? എണ്ണമയമുള്ളതായിട്ട് ഇരിക്കുന്നത്. അതുപോലെ വെള്ളം പറ്റി പിടിക്കാതിരിക്കുന്നത് കേട്ടോ. ആ സെബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഏത്? സെബേഷ്യസ് ഗ്രന്ഥി കേട്ടോ. ഓക്കെ, അടുത്ത വിയർപ്പിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്ന അണുനാശിനികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാ? അല്ല, വിയർപ്പിൽ രോഗാണുക്കളുണ്ട്. വിയർപ്പിൽ എന്തുണ്ട്? രോഗാണുക്കളുണ്ട്. ആ രോഗങ്ങളെ നശിപ്പിക്കുന്ന അണുനാശിനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് സ്വേദഗ്രന്ഥി, സ്വെറ്റ് ഗ്ലാൻഡ് കേട്ടോ. മനസ്സിലായല്ലോ? സ്വെറ്റ് ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ രോഗാണുക്കളെ തടയുന്ന ഏത് പ്രോട്ടീൻ? കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കാണപ്പെടുന്ന എവിടെയാ? എപ്പിഡെർമിസിലാണ്. ത്വക്കിന് എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാതെ സഹായിക്കുകയും ചെയ്യുന്ന എന്ത്? സെബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഏത്? സെബേഷ്യസ് ഗ്രന്ഥി. വിയർപ്പിലെ രോഗാണുക്കൾ നശിപ്പിക്കുന്ന അണുനാശിനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാ? സ്വേദഗ്രന്ഥി. ഏതാണ്? സ്വേദഗ്രന്ഥി. ഓക്കെ, അടുത്ത ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മറ്റൊരു ആവരണമാണ് ഏത്? ശ്ലേഷ്മസ്തരം. ഏതാണ്? ശ്ലേഷ്മസ്തരം കേട്ടോ. അപ്പൊ ശരീരഭാഗങ്ങളെ പൊതു സംരക്ഷിക്കുന്ന ത്വക്ക് പ്രധാന ആവരണമാണ്. അതുപോലെ മറ്റൊരു ആവരണമാണ് ഏത്? ശ്ലേഷ്മസ്തരം. രോഗാണുക്കളെ നശിപ്പിക്കാൻ ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ത്? ശ്ലേഷ്മം. എന്താണ്? ശ്ലേഷ്മം. മ്യൂക്കസ് എന്ന് പറയും നമ്മൾ. മ്യൂക്കസ് എന്ന് പറയും കേട്ടോ. മ്യൂക്കസ് കേട്ടോ. ഓക്കെ, നശിപ്പിക്കുന്ന രോഗാണുക്കളെ പുറന്തള്ളുന്ന ശ്ലേഷ്മസ്തരത്തിലെ കോശങ്ങളുടെ പേരെന്താണ്? അതുപോലെ നശിപ്പിക്കുന്ന രോഗാണുക്കളെ പുറന്തള്ളുന്ന ശ്ലേഷ്മ സ്ഥലത്തിലെ കോശങ്ങളുടെ പേരെന്നാണ് ചോദ്യം. യായിലാണ് അവസാനിക്കുന്നത്. സീല് തുടങ്ങും, നടുക്ക് ലീ. എന്തൊരു ബ്രില്യൻ്റാ! സീലിയ. എന്താണ്? സീലിയ. ഓക്കെ, അപ്പൊ നശിപ്പിക്കുന്ന രോഗാണുക്കളെ പുറന്തള്ളുന്ന ശ്ലേഷ്മ സ്ഥലത്തിലെ കോശങ്ങളാണ് ഏത്? സീലിയ. എന്നിട്ട് പോലും അവന് മനസ്സിലായില്ല. ഓക്കെ, സീലിയ. ഏതാണ്? സീലിയ. ഓക്കെ, ഒട്ടേറെ ഉപകാരികളായ ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രം ഏതാണെന്ന് കേട്ടാൽ ശരീര ആവരണങ്ങളാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട്. ആ ബാക്ടീരിയകൾ നമുക്ക് ഉപകാരികളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒട്ടേറെ ഉപകാരികളായ ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രം ഏതാണ് പിള്ളേരെ? ശരീര ആവരണങ്ങളാണ്. ഓക്കെ, അടുത്ത് ശരീരസ്രവങ്ങളും പ്രതിരോധവും കേട്ടോ. അതായത് ഏതൊക്കെ ശരീരസ്രവങ്ങളാണ് പ്രതിരോധം സഹായിക്കുന്നതെന്ന് പറയാൻ പോകണം. നിങ്ങൾക്ക് മനസ്സിലാവേ എന്നെ? ഓക്കെ, കർണമെഴുക് എന്ന് വെച്ചാൽ എന്താണ്? ചെവിയിലുള്ള മെഴുക്. അതൊരു പ്രതിരോധ സംവിധാനമാണ്. എന്തിനാ പ്രതിരോധ സംവിധാനം? ഒന്ന് ഈ പൊടിപടലങ്ങളും പിന്നെ ഈ സൂക്ഷ്മജീവികളും ഒക്കെ നമ്മുടെ ചെവിക്കകത്തോട്ട് കയറി പോവാതിരിക്കുക. ഓക്കെ, ഈ ചെവിക്കകത്തോട്ട് ഇത് കയറിപ്പോണ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അല്ലല്ല, പണ്ടൊരു വെക്കേഷൻ കാലം, ഞാൻ ആളെയൊന്നും പറഞ്ഞില്ല, പണ്ടൊരു വെക്കേഷൻ കാലത്തിൽ ഇവിടെ ഉള്ള ഒരാള്
ഇവിടെ ഒളിച്ച് കളിച്ചു, നമ്മൾ സാറ്റ് കളി എന്ന് പറയും, സാറ്റ് കളി. അപ്പോൾ സാറ്റ് കളിയിൽ ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഈ വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു പണയെ പോയിട്ട് കമന്നങ്ങ് കമന്ന് കിടന്ന ഈ വ്യക്തിയുടെ ചെവിയിലേക്ക് എന്ത് ചെയ്തു? കട്ടുറുമ്പ് കയറിപ്പോയി, കട്ടുറുമ്പ്. ഓക്കെ, എന്നിട്ട് എത്ര 2 ദിവസം കൊണ്ടുണ്ടായിരുന്നല്ലോ ചെവിക്കകത്ത്? അങ്ങനെ പറഞ്ഞു 2 ദിവസം. എന്നിട്ട് എന്ത് ചെയ്തു? ആശുപത്രി പോയെന്ന് അറിയത്തില്ല എനിക്ക്, അറിയത്തില്ല. ഓക്കെ, അപ്പൊ ഒളിച്ച് കളിക്കുക. അപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ നിങ്ങളെ കുട്ടികളെ കാണുമല്ലോ, അപ്പൊ ഒളിച്ച് കളിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പറയണം കേട്ടാ, ഈ പറഞ്ഞ വ്യക്തിയെ പോലെ എന്ത് ചെയ്ത് പല പണയിലാ പോയി കമന്ന് കിടക്കരുത്, ചെവിയിലോട്ട് എന്ത് കയറാൻ ഉറുമ്പ കയറി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടാ. ഓക്കെ, പാവല്ലേടാ. ഓക്കെ, ആരാന്തോ രക്ഷപ്പെട്ടു അവിടെ ഇവിടെ ഇപ്പൊ ഉള്ളത്, രക്ഷപ്പെട്ടു. ആളെ അറിയത്തില്ല. ഇന്ന് ആള് വന്ന ആളോടെ ഉണ്ട്. ഓക്കെ, ശരി. അപ്പൊ കർണമെഴുക എന്തിനെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തിനാണ് ഉള്ളത്? കർണമെഴുക ചെവിയിലേക്ക് പൊടിപടലങ്ങൾ മാറി. നമ്മുടെ ചെവിയിൽ ഒരു നനവ് വേണം, മനസ്സിലായില്ലേ? എപ്പോഴും ഒരു ഈർപ്പം വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് കർണമെഴുകിന്റെ ജോലി അതാണ്. 2 ഈ പറഞ്ഞൊക്കെ നമ്മുടെ ഈ ഇയർ ഡ്രം അല്ലെങ്കിൽ കർണപടം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താണ്? മൃദുവാണ്. ഇതിനകത്ത് ഈ ചെറിയ ഈ സൂചി വല്ലതും കൊണ്ടാലും എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. അപ്പോൾ ഈ വല്ല പ്രാണികളോ നമ്മൾ ചെവിയെന്ന് ഓട്ടയല്ലേ, ഈ പ്രാണിയൊക്കെ ഒരു ഇതുണ്ട്, പ്രത്യേകിച്ച് വേട്ടാളിനൊക്കെ എവിടെയെങ്കിലും ഹോളുണ്ട് എന്ത് ചെയ്യും? കയറിപ്പോവും, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ജീവികൾ കയറി വന്നു കഴിഞ്ഞാൽ അങ്ങ് എത്താൻ പാടില്ല, ഇവിടെ എവിടെയും സ്റ്റക്കായി നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചെവിയിൽ എന്തുള്ളത്? കർണമെഴുകുള്ളത്. അപ്പോൾ കർണമെഴുക ഒരു പ്രതിരോധ സംവിധാനമാണ് കേട്ടോ. ഓക്കെ, അടുത്ത് കണ്ണുനീരിലെ ലൈസോസൈം. കണ്ണിൽ ലൈസോസൈം എന്തിനാ? ഈ പറഞ്ഞൊക്കെ നമ്മളെ കണ്ണിലേക്ക് വരുന്ന രോഗാണുക്കളൊക്കെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു എൻസൈമാണ് ഏത്? ലൈസോസൈം. ഓക്കെ, മൂക്കിലെ ശ്ലേഷ്മം എന്തിനാ? ഈ പറഞ്ഞൊക്കെ മൂക്കിൽ ശ്ലേഷ്മമുണ്ട്, മൂക്കിൽ മുടിയുണ്ട്. മൂക്കില് ശ്ലേഷ്മമുണ്ട്, മൂക്കില് മുടിയുണ്ട് കേട്ടോ. ഈ മൂക്കിലെ ശ്ലേഷ്മം, മൂക്കിലെ മുടിയൊക്കെ എന്തിനാണെന്നറിയാവോ? നമ്മൾ ഉള്ളിലേക്ക് വായു എടുക്കുന്ന സമയത്ത് ഈ പൊടിപടലങ്ങളും മറ്റുമൊക്കെ നമ്മുടെ മൂക്കിലൂടെ ശ്വാസകോശത്തിലേക്ക് എത്താതിരിക്കാനാണ് മൂക്കിലെ ശ്ലേഷ്മം എന്ന് പറയുന്ന സാധനം അവിടെ ഉള്ളത്. മനസ്സിലായ? ഓക്കെ, ശരി. അടുത്ത ഉമിനീരിലെ ലൈസോസൈം എന്താ? എപ്പോഴും ആഹാരം കഴിക്കാൻ മാത്രമല്ല, നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പൊടിയൊക്കെ അകത്തോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ രോഗാണുക്കൾ അകത്തോട്ട് പോകുന്നു. അപ്പോൾ അകത്തേക്ക് വരുന്ന രോഗാണുക്കളെ തടയുന്നതും, പിന്നെ നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ എത്ര വൃത്തിയാക്കി ആഹാരം കഴിച്ചാലും അതിലെന്തുണ്ടാവും? രോഗാണുക്കളുണ്ടാവും. അപ്പോൾ ഈ രോഗാണുക്കൾ തടയാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ഉമിനീരിലെ ലൈസോസൈം ഉള്ളത്. അതുപോലെ ശ്വാസനാളിയിലും എന്തുണ്ട്? ശ്ലേഷ്മമുണ്ട്. ഈ പറഞ്ഞൊക്കെ തന്നെ നമ്മുടെ മൂക്ക് വഴി അകത്തേക്ക് പോകുന്ന വായു, അത് കുറേയൊക്കെ നമ്മുടെ മൂക്കിലെ ശ്ലേഷ്മവും പിന്നെ നമ്മുടെ ഈ മറ്റേ മൂക്കിലെ മെഴുകെല്ലാം നമ്മുടെ മുടിയും അത് തടയും. അതും ഓവർകം ചെയ്ത് ഉള്ളിലേക്ക് പോകുന്നതിനൊക്കെ എന്ത് ചെയ്യും? ശ്വാസനാളിയിലെ ശ്ലേഷ്മത്തിൽ എന്ത് ചെയ്യും? അതങ്ങ് പൊക്കോളും കേട്ടോ. പിന്നെ ആമാശയത്തിൽ HCl എന്താ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ കുറേയൊക്കെ നമ്മൾ വാവഴി പറഞ്ഞാൽ കുറേയൊക്കെ ആര് തടയും? ഉമിനീര് തടയും. പിന്നെ അതിനെയും ഓവർകം ചെയ്ത് താഴോട്ട് പോകണതിനാണ് ആര് തടയുന്നത്? ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. പൂർണ്ണമായി നശിപ്പിക്കാനുള്ള കഴിവൊന്നും ഈ ഉമിനീരിനൊന്നും ഇല്ല, മനസ്സിലായില്ലേ? അതിനെയും ഓവർകം ചെയ്ത് കുറേയൊക്കെ നമ്മളെ വായിക്കാത്തോടെ എന്ത് ചെയ്യും? വയറ്റിലേക്ക് എത്തുന്നതിനെ നശിപ്പിക്കുന്നത് ആരാണ്? ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഇപ്പൊ ആരെയൊക്കെ നമ്മൾ പറഞ്ഞു? കർണമെഴുക് പറഞ്ഞു, കണ്ണുനീരിലെ ലൈസോസൈം പറഞ്ഞു, മൂക്കിലെ ശ്ലേഷ്മം പറഞ്ഞു, ഉമിനീരിലെ ലൈസോസൈം പറഞ്ഞു, പിന്നെ ശ്വസന നാളിയിലെ ശ്ലേഷ്മം, പിന്നെ ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, പിന്നെ കുടലിലെ ശ്ലേഷ്മം. എന്താണ്? കുടലിലെ ശ്ലേഷ്മം, പിന്നെ മൂത്രത്തിലെ ലൈസോസൈം. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ് കുട്ടികളെ? പ്രതിരോധ സംവിധാനങ്ങളാണ്, നമ്മളെ പ്രതിരോധ സംവിധാനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയുണ്ട? കർണമെഴുക്, കണ്ണുനീരിലെ ലൈസോസൈം, മൂക്കിലെ ശ്ലേഷ്മം, ഉമിനീരിലെ ലൈസോസൈം, ശ്വസന നാളിയിലെ ശ്ലേഷ്മം, ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, കുടലിലെ ശ്ലേഷ്മം, പിന്നെ മൂത്രത്തിലെ ലൈസോസൈം. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. അടുത്ത് രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ശരീരദ്രവങ്ങൾ ഏതൊക്കെയാണ്? രക്തവും ലിംബും. ഏതാണ് പിള്ളേരെ? രക്തവും ലിംബും. ഓക്കെ, അപ്പൊ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ശരീരദ്രവങ്ങൾ ഏതൊക്കെയാണ്? രക്തവും ലിംബുമാണ്. രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രക്താണു ഏതാണ്? വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ശ്വേതരക്താണുക്കൾ. അപ്പൊ ഞാൻ പഠിപ്പിച്ച ഇത്രയും ഒന്നുകൂടെ പറഞ്ഞതിനെ ഇപ്പൊ ചോദിക്കുക പിള്ളേരെ. അപ്പൊ എന്താണ് പ്രതിരോധ ശേഷി? രോഗാണു പ്രവേശം തടയുക. ഇനി രോഗാണു പ്രവേശിച്ചാൽ അത് നശിപ്പിക്കുക. ആ സംവിധാനത്തെ പറയുന്ന പേരാണ് പ്രതിരോധ ശേഷി അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം. ഓക്കെ, ശരീര പ്രതിരോധ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? ആവരണങ്ങളും സ്രവങ്ങളും പിന്നെ ശരീരദ്രവങ്ങളും. ശരീര ആവരണങ്ങളും സ്രവങ്ങളിലും എന്തൊക്കെ വരുന്നുണ്ട്? ത്വക്ക്, ശ്ലേഷ്മസ്തരം, ശ്ലേഷ്മം, കണ്ണുനീര്, ഉമിനീര്. ഓക്കെ, ശരീരദ്രവങ്ങൾ എന്തൊക്കെ വരുന്നുണ്ട്? രക്തവും ലിംബും വരുന്നുണ്ട്. ശരീരത്തെ പൊതി സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? ത്വക്കാണ്. രോഗാണു പ്രവേശനം തടയുന്ന സുരക്ഷാ കവചം ഏതാണ്? ത്വക്ക്. രോഗാണുക്കളെ തടയുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കാണപ്പെടുന്നത് എവിടെയാ? എപ്പിഡെർമിസിലാണ്. ത്വക്കിന് എണ്ണമയമുള്ളതും
വെള്ളം പറ്റിപ്പിടിക്കാതെ സഹായിക്കുകയും ചെയ്യുന്ന ആരാ? സെബമാണ് കേട്ടോ. ഈ സെബ ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? സെബേഷ്യൽ ഗ്രന്ഥി. വിയർപ്പിലെ രോഗാണുക്കൾ നശിപ്പിക്കുന്ന അണുനാശികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? സ്വേദഗ്രന്ഥി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയും സെറ്റ് ഗ്ലാൻഡ്. പിന്നെ ശ്ലേഷ്മസ്തരത്തെ കുറിച്ച് പറഞ്ഞു. ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മറ്റൊരു ആവരണമാണ് ഏത്? ശ്ലേഷ്മസ്തരം. രോഗാണുക്കൾ നശിപ്പിക്കാൻ ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്നത് ശ്ലേഷ്മമാണ്. നശിപ്പിക്കുന്ന രോഗാണുക്കളെ പുറന്തള്ളുന്ന ശ്ലേഷ്മസ്തരത്തിലെ കോശങ്ങളാണ് സീലിയ കോശങ്ങൾ. എന്താണ് സീലിയ? അപ്പോൾ ഈ സീലിയ കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് പിള്ളേരെ? ശ്ലേഷ്മ സ്ഥലത്തിലാണ് കേട്ടോ. ഒട്ടേറെ ഉപകാരികളായ ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രമാണ് ഏത്? ശരീരാവരണങ്ങൾ. ശരീര ആവരണങ്ങൾ. അടുത്ത ശരീര സ്രവങ്ങളും പ്രതിരോധവും കേട്ടോ. കർണമെഴുകൊണ്ട്, കണ്ണുനീര് ലൈസോസൈം ഉണ്ട്, മൂക്കിലെ ശ്ലേഷ്മം. അവിടെ ആദ്യം പറ, ചെവിയിൽ കർണമെഴുകും, കണ്ണുനീരില് ലൈസോസൈം, മൂക്കില് ശ്ലേഷ്മം, ഉമിനീരില് ലൈസോസൈം. അടുത്ത ശ്വസനനാളിയില് ശ്ലേഷ്മം, ആമാശയത്തില് ഹൈഡ്രോക്ലോറിക് ആസിഡ്, കുഴലില് ശ്ലേഷ്മം. ഓക്കെ. മൂത്രത്തില് ലൈസോസൈം, മൂത്രത്തില് ലൈസോസൈം. ഓക്കെ. അടുത്ത രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ശരീരദ്രവങ്ങളാണ് രക്തവും ലിംബം. രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രക്താണുക്കളാണ് ശ്വേതരക്താണുക്കൾ. രക്താണുക്കളാണ് ശ്വേതരക്താണുക്കൾ. ഓക്കെ. അപ്പം മറക്കണ്ട, ഒളിച്ചു കളിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? വല്ല പണിയിലെ പോയി കമ്മ നടക്കാൻ പാടില്ല, ചെവിയിൽ ഉറുമ്പ് കയറും. ഓക്കെ. പയ്യൻ രക്ഷപ്പെട്ടല്ലേ, ഭാഗ്യമല്ലേ? പാവം പയ്യൻ്റെ കാര്യം. ഓക്കെ. ആ പയ്യന് വേറെ 1-2 കഥ കേട്ടാ, നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് പറയാം. ഓക്കെ. പയ്യൻ നിങ്ങൾക്ക് അതില്ലാറിഞ്ഞൂടെ? അതെ അതെ, നമുക്കറിയാം. ഓക്കെ ശരി. ഓക്കെ. ഇത്ര പഠിച്ചേ സൂര്യ പോസിറ്റ്. അപ്പൊ ആരാണ്ട് ആദ്യം പറയാൻ പോണത്? പറഞ്ഞൂടാ, എന്താണ് പ്രതിരോധ ശേഷി? രോഗാണു പ്രവേശനം തടയാനും അതിനകത്ത് കിടന്ന് രോഗാണുക്കൾ നശിപ്പിക്കാനുള്ള തടയാനും വന്നാൽ നശിപ്പിക്കാനുള്ള കഴിവ്. ഓക്കെ. ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ, ശരീരാവരണങ്ങൾ, സ്രവങ്ങൾ, ദ്രവങ്ങൾ. ഓക്കെ. ശരീരാവരണങ്ങൾ, സ്രവങ്ങൾ, ദ്രവങ്ങൾ. സുബിനെ, ശരീരാവരണങ്ങളിലും സ്രവങ്ങളിലും പെടുന്ന എന്തൊക്കെയാ? ശ്ലേഷ്മസ്തരം, ത്വക്ക്, ശ്ലേഷ്മസ്തരം, ശ്ലേഷ്മം, ഉമിനീര്, കണ്ണുനീര്. ശരീരദ്രവങ്ങളിൽ പെടുന്നത് രക്തവും ലിംബം. ത്വക്കിനെ കുറിച്ച് 2 പോയിന്റ് എന്ന് പറഞ്ഞേ. ആവരണം. രോഗാണു പ്രവേശനം തടയുന്ന സുരക്ഷാ കവചം. പിന്നെ ശരീരത്തിന്റെ ആവരണം. പിന്നെ രോഗാണുക്കൾ തടയുന്ന ഒരു പ്രോട്ടീൻ പറഞ്ഞല്ലോ, അതെവിടെയാണ് കാണപ്പെടുന്നത്? എപ്പിഡെർമിസിൽ. സുദർശന, എന്താണ് സെബം? ഒരു സ്രവം. സെബം ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? ഓക്കെ. ഈ വിയർപ്പിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്ന അണുനാശിനി ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? സെറ്റ് ഗ്ലാൻഡ്. ഓക്കെ. ശ്ലേഷ്മസ്തരം എന്ന് വെച്ചാൽ എന്താണ്? ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മറ്റൊരു ആവരണം ശ്ലേഷ്മസ്തരം. ഓക്കെ. ഈ രോഗാണുക്കൾ നശിപ്പിക്കാൻ ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്നത് ശ്ലേഷ്മം. ഈ നശിപ്പിക്കുന്ന രോഗാണുക്കളെ പുറന്തള്ളുന്ന ശ്ലേഷ്മസ്തരത്തിലെ കോശങ്ങൾ പേരെന്താ? സീലിയ കോശങ്ങൾ. ഓക്കെ ശരി. സുബിനെ, ശരീരസ്രവങ്ങളും പ്രതിരോധവും പറഞ്ഞ ഏതൊക്കെയാണ്? ചെവിയിൽ കർണമെഴുക്, മൂക്കിൽ ലൈസോസൈമാ, മൂത്ര ലൈസോസൈം, കണ്ണിന് ലൈസോസൈം, ഒന്നുകൂടെ ഉമിനി ലൈസോസൈം. ഓക്കെ. ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, കുടലിൽ ശ്ലേഷ്മം, മൂക്കില് ശ്ലേഷ്മം. ഇത്രയേ ഉള്ളൂ എല്ലാം പറഞ്ഞ്. ഓക്കെ. ശ്വസനനാളി പറഞ്ഞില്ല. ശ്വസനനാളി ശ്ലേഷ്മം. ഓക്കെ. എടേ, നമ്മുടെ ഈ ഏതോ ഞാൻ പറയാമൊന്നുമില്ലടാ. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ജോലി എന്താണെന്നറിയാവോ? ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഈ വയറ്റിലേക്ക് എത്തുന്ന രോഗാണുക്കൾ നശിപ്പിക്കാന്നൊരു ജോലിയുണ്ട്. അല്ലാതൊരു ജോലി എന്താ? നമ്മുടെ ദഹനത്തിന് വേണ്ടിയിട്ടുള്ള pH ബാലൻസ് ചെയ്യുന്ന ആരാണ്? HCl ആണ്. ദഹനത്തിന് വേണ്ടിയിട്ടുള്ള pH ബാലൻസ് ചെയ്യുന്ന HCl ആണ്. എത്രയാണ് pH? 1 to 3. 1 3 ഇടയ്ക്കാണ് കേട്ടോ. 1 3 ഇടയ്ക്കാണ് ആ pH വരുന്നത് കേട്ടോ. നമ്മുടെ ദഹനത്തിന് ആവശ്യമായിട്ടുള്ള pH 1 മുതൽ 3 വരെയാണ്. 1 മുതൽ 3 വരെയാണ് ദഹനത്തിന് ആവശ്യമായിട്ടുള്ള pH വരുന്നത്. ഓക്കെ. എടാ, മനസ്സിലായ? ഓക്കെ. അടുത്ത, രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ശരീരദ്രവങ്ങൾ പറയടാ, ഏതൊക്കെയാടാ? രക്തവും ലിംബം. ഓക്കെ. ആ രക്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനം ഏതാണ്? ശ്വേതരക്താണുക്കൾ. ആ 5 ശ്വേതരക്താണുക്കളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പിള്ളേരെ ഈ ഭാഗം മതിയാക്കാം കേട്ടോ. ഓക്കെ. നോക്കിയോ,
എടാ അപ്പം നമുക്കറിയാം ക്ഷേത്രരക്താണുക്കൾ എത്ര ഉണ്ട്? 5 ഉണ്ട്. ഈ 5 ഫംഗ്ഷൻ പഠിക്കണം. ആദ്യമായി നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്രോഫില്ല് പഠിക്കാം. എന്താണ് ന്യൂട്രോഫില്ല്? ന്യൂട്രോഫില്ലിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ ഉണ്ടല്ലോ, ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കണം. പിന്നെ ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കണം. മനസ്സിലായോ? അപ്പൊ ന്യൂട്രോഫിലിന്റെ ജോലി എന്താണ് പറഞ്ഞേ? ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കണം. ബാക്ടീരിയ കണ്ടു കഴിഞ്ഞാൽ വിഴുങ്ങി നശിപ്പിക്കണം. പിന്നെ ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കണം. ഇതാണ് ആരുടെ ജോലി? ന്യൂട്രോഫിലിന്റെ ജോലി. ഓക്കെ, അടുത്ത ബേസോഫില്ല്. ബേസോഫിൽ എന്ത് ചെയ്യാം? ബേസ് മറ്റുള്ള ക്ഷേത്രരക്താണുക്കൾക്ക് ഒരു ബേസ് കൊടുക്കുക എന്ന് ഓർത്താൽ മതി. മറ്റുള്ള ക്ഷേത്രരക്താണുക്കൾ എന്ത് ചെയ്യുന്നു? ഉത്തേജിപ്പിക്കുന്നു. മനസ്സിലായി? മറ്റുള്ള ക്ഷേത്രരക്താണുക്കൾ എന്ത് ചെയ്യും പിള്ളേരെ? ഉത്തേജിപ്പിക്കുന്നു. അതുപോലെ രക്തക്കുഴലുകൾ എന്ത് ചെയ്യും? വികസിപ്പിക്കും. രക്തക്കുഴലുകൾ എന്ത് ചെയ്യും പിള്ളേരെ? വികസിപ്പിക്കും. അപ്പൊ 2 പഠിച്ചു. ന്യൂട്രോഫിലിന്റെ ജോലി പറഞ്ഞേ? ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കും. പിന്നെ ബാക്ടീരിയ നശിപ്പിക്കാനുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, നിർമ്മിക്കും. അടുത്ത് ബേസോഫിൽ എന്ത് ചെയ്യും? മറ്റുള്ള ക്ഷേത്രരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. പിന്നെ രക്തക്കുഴലുകൾ എന്ത് ചെയ്യുന്നു? വികസിപ്പിക്കുന്നു. അടുത്ത ഇസിനോഫില് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. എന്താണ് പിള്ളേരെ? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. പിന്നെ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഇസിനോഫിലിന്റെ ജോലി പറഞ്ഞേ? അന്യവസ്തുക്കൾ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. പിന്നെ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ എന്ത് ചെയ്യുന്നു പിള്ളേരെ? ഉൽപ്പാദിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ 3 ജോലി പറഞ്ഞ ന്യൂട്രോഫിൽ ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്നു. അതുപോലെ ബാക്ടീരിയ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. ഓക്കെ, അടുത്ത ബേസോഫില് മറ്റ് ക്ഷേത്രരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. പിന്നെ രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഓക്കെ, ഇസിനോഫില് പറ? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? അടുത്ത മോണോസൈറ്റ്. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. മോണോസൈറ്റ് എന്ത് ചെയ്യുന്ന പിള്ളേരെ? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അപ്പോൾ മോണോസൈറ്റ് എന്ത് ചെയ്യുന്ന പിള്ളേരെ? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഓക്കെ, അടുത്ത ലിംബോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. രോഗാണുക്കളെ എന്ത് ചെയ്യുന്ന പിള്ളേരെ? പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. അപ്പൊ ലിംബോസൈറ്റ് എന്താ ചെയ്യുന്നത്? രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. അപ്പൊ ഈ 5 ജോലി പഠിച്ചു വെച്ചോണം. നമുക്ക് എന്ത് ചെയ്യുന്നറിയാവോ? ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ ഒരു ഇത് തന്നിട്ട് ഏതാണ് ആ ക്ഷേത്രരക്തം ചോദിക്കാനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചേരുംപടി ചേർക്കാനായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ എന്തായിരിക്കും? നമുക്കിപ്പോൾ മറ്റേ കീലസന്ധി ചോദിച്ചൊരു പൊട്ടത്തെറ്റ് ഉത്തരം എടുത്തിക്കില്ലേ? അതുപോലെ ചിലപ്പോൾ എന്ത് ചെയ്യാം? ചോദിക്കാം. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത പൊട്ടത്തെറ്റാ പരിശോധിക്കണം. നീ മെയിൽ അയച്ചാ? അതിനിപ്പോ എങ്ങനെ മെയിൽ അയക്കും? PC മെയിൽ അയക്കണം. ഇങ്ങനെ ഫൈനൽ ആൻസർ കീഴിൽ തെറ്റുണ്ട് എന്നും പറഞ്ഞിട്ട്. എനിക്ക് ആകെ അരുന്തം ഭാഷ മാത്രം മാറ്റി കിട്ടിയാൽ അത് മാറ്റി കിട്ടി. വലിയൊരു സന്തോഷമുണ്ട്. സ്വന്തം കാര്യം സ്വന്തം കാര്യമായോണ്ടല്ലോ. അതുലേട്ടന്റെ കാര്യം. സെൽഫിഷ് പ്ലെയർ ആണ് നീ. അതുലേട്ടന്റെ കാര്യമാണ്. അതിലേട്ട് വേണ്ടിട്ടാ ഇവനോട് പറഞ്ഞു പഠിപ്പിച്ചോണ്ടായിരിക്കും. ഓക്കെ, ശരി, ക്ലിയർ ആണല്ലോ പിള്ളേരെ? അപ്പൊ അത്രയും നമുക്കൊന്ന് നോക്കാം പിള്ളേരെ. ഓക്കെ, അപ്പം ഈ ന്യൂട്രോഫില് ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. ബേസോഫില് മറ്റുള്ള ക്ഷേത്രരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. രക്തകോശങ്ങളെ വികസിപ്പിക്കുന്നു. ഓക്കെ, ഇസിനോഫില് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു. നശിപ്പിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? ഈ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. കേട്ടോ, അതൊക്കെ ഞാൻ കണക്ഷൻ പറഞ്ഞില്ല. ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വീങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പറയാം ഈസി വിഷമിക്കണ്ട, ഈസി ക്രിക്കറ്റ് കളിക്കാൻ പറയത്തില്ലേ നമ്മൾ? പരിക്കാൻ പറ്റും. ഈസി ആയിട്ട് എടുക്കുന്ന പറയും. കിടന്നുറങ്ങണം അവിടെ. ഈസി വീങ്ങിയിരിക്കുമ്പോൾ ഈസി എന്ന് പറയുന്നത് കൂടുതലൊക്കെ ഈസി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇസിനോഫിലാണ് എന്താ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇയാൾ എന്തൊരു കോപ്പിലെ കണക്ഷനാണ് പറയുന്നതല്ലേ ഇപ്പോൾ ആലോചിച്ചത്? ഓക്കെ, മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ലിംബോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. ഓക്കെ, ആർക്ക് പറയാം 5 ഫംഗ്ഷൻ ഷൈൻ ചെയ്യാനുള്ള അവസരമല്ല ലഭിച്ചിരിക്കുന്നത്? ഓക്കെ, അനന്ത് ഷൈൻ ചെയ്യുന്നുണ്ടോ? ഷൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷൈൻ ചെയ്യാൻ പോകുന്നത് അനന്ത്. ഓക്കെ, ന്യൂട്രോഫില് ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കും. എങ്ങനെ നശിപ്പിക്കുന്നു? ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഓക്കെ, അടുത്ത് ബേസോഫില്
മറ്റുള്ള ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. രക്തക്കുഴലുകളുടെ അതിങ്ങനെ അടുത്ത മറ്റുള്ള രക്താണുക്കൾ ഒരു ബേസ് കൊടുക്കുന്നു, ബേസ് ഓഫ് ഫില്ല് ബേസ് കൊടുക്കുന്നു, അപ്പോൾ ഉത്തേജിപ്പിക്കുന്നു. അടുത്ത മൂന്നാമത്തത് ഇസ്നോഫില്ല്. ഇസ്നോഫില്ല് വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്നുകൂടെ ഉണ്ട് വീങ്ങൽ പ്രതികരണം. അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ലിംഫോസൈറ്റ് പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. അങ്ങനെ അനന്ത് ഷൈൻ ചെയ്തിരിക്കുകയാണ്. അനന്ത് പുള്ളിക്കോണം. ഓക്കെ അനന്ത് പുള്ളിക്കോണം ഷൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളും പറഞ്ഞ് ഷൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നീ എന്തെങ്കിലും വിഴുങ്ങി നശിപ്പിക്കാറുണ്ടോ അതിന്റെ വീട്ടിലെ ചോറല്ലാതെ? ഊർജത്തിന് വേണ്ടി. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ഫാഗോസൈറ്റോസിസ് നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് ഫാഗോസൈറ്റോസിസ്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. കേട്ടാ, ഈ ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങൾ എന്തെന്ന് പറയും? ഫാഗോസൈറ്റുകൾ എന്ന് പറയും. ഫാഗോ എന്ന വാക്കിനടുത്ത് അറിയാമോ? ഫാഗോ എന്ന് വെച്ചാൽ വിഴുങ്ങൽ. ഫാഗോ എന്ന് വെച്ചാൽ എന്താണ്? വിഴുങ്ങൽ. സൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കോശം. സൈറ്റോളജി എന്ന് വെച്ചാൽ എന്താണ്? കോശത്തെ കുറിച്ചുള്ള പഠനം. സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്കാണ്. കേട്ടോ, മൈക്രോസ്കോപ്പ് കണ്ടെത്തിയ ആരാണ്? ഹുക്കാണ്. ഓക്കെ, മൈക്രോസ്കോപ്പിലൂടെ കോശമാദ്യമേ നിരീക്ഷിച്ചതാരാ? അത് ഹുക്കേന. ഓക്കെ, ശരി. അപ്പോൾ അത് ഓർത്ത് വെച്ചോണേ. ശ്വേതരക്താണുക്കളായ ഫാഗോസൈറ്റുകളാണ് ഏത്? മോണോസൈറ്റും ന്യൂട്രോഫിലും. ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ന്യൂട്ടല്ല എന്നൊരു സാധനമുണ്ട്, കഴിച്ചിട്ടുണ്ടോ? ന്യൂട്ടല്ല കണ്ടാൽ നമ്മളെടുത്തപ്പോൾ വിഴുങ്ങത്തില്ലേ? അപ്പോൾ ന്യൂട്ടല്ല വിഴുങ്ങും. ഓക്കെ, അപ്പോൾ ന്യൂട്രോഫില് നമ്മൾ എന്ത് ചെയ്യും? വിഴുങ്ങും. ഓക്കെ, അടുത്ത് നമ്മൾ മോണ എന്ന് വെച്ചാൽ ഈ ഭാഗമല്ലേ മോണ, വായുടെ ഭാഗമല്ലേ മോണ. ഓക്കെ, മോണ വഴിയിൽ നമ്മൾ വിഴുങ്ങുന്നത് അല്ലേ സുദർശന? അതെ. ഓക്കെ, അപ്പം മോണോസൈറ്റും ന്യൂട്രോഫില്ലും എന്താണ്? ഫാഗോസൈറ്റുകളാണ്. അപ്പോൾ ഫാഗോസൈറ്റോ ഈ കാക്കളെ പിടിച്ച് വേണ്ട. ഫാഗോസൈറ്റോസിസ് എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഏത്? എന്താണ് പെരിസ്റ്റാൾസിസ്? എന്താ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുടലിലും നമ്മുടെ ദഹനപാതയിൽ തരംഗ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് പിള്ളേരെ? ചലിക്കുന്നത്, നമ്മൾ ആഹാരം ചലിക്കുന്നത്. മനസ്സിലായില്ലേ? കേട്ടോ, അപ്പോൾ അതിനെ പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. നമ്മുടെ കുടലിലൂടെയൊക്കെ ആഹാരം സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ തരംഗ രൂപത്തിൽ ചലനം ഉണ്ടായിക്കൊണ്ടാണ്. ആ ചലനത്തെ പറയുന്ന പേരാണെന്ത്? പെരിസ്റ്റാൾസിസ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പദങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഫാഗോസൈറ്റോസിസ് മനസ്സിലായല്ലോ പിള്ളേരെ? ഫാഗോസൈറ്റോസിസ് എന്ന് വെച്ചാൽ എന്താണ്? രോഗാണുക്കളെ വിഴുങ്ങി നശിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റിസ് നടത്തുന്ന കോശങ്ങൾ എന്തെന്ന് പറയും? ഫാഗോസൈറ്റ്സ് എന്ന് പറയും. ഫാഗോസൈറ്റ്സിന് ഉദാഹരണമാണ് ഏതൊക്കെ? ന്യൂട്രോഫിലും മോണോസൈറ്റ്. അപ്പോൾ മറക്കണ്ട, ന്യൂട്രല്ല നമ്മൾ വിഴുങ്ങും, മോണോ വഴിയാണ് വിഴുങ്ങുന്നത് അല്ലേ? അപ്പോൾ ന്യൂട്രോഫിലും മോണോസൈറ്റും പഠിച്ചല്ലോ. ഓക്കെ, ശരി. അപ്പോൾ അത് പറഞ്ഞ് ഷൈൻ ചെയ്യാൻ പോകുന്ന ആരാണ്? ഫാഗോസൈറ്റ്. ആരാണ് ഷൈൻ ചെയ്യാൻ പോകുന്നത്? അർച്ചന ഷൈൻ ചെയ്യുന്നോ? അർച്ചന ഷൈൻ ചെയ്യാൻ പോവുകയാണ്. അർച്ചന ഷൈൻ ചെയ്തു. എന്താണ് ഫാഗോസൈറ്റോസിസ്? ഫാഗോസൈറ്റുകളാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. വിഴുങ്ങുക, സൈറ്റ് എന്ന് പറഞ്ഞാൽ കോശം. അതിന് ഉദാഹരണമായിട്ടുള്ള രണ്ട് ഇതാണ് മോണോസൈറ്റ്, ന്യൂട്രോഫിൽ. അങ്ങനെ അർച്ചനെ ഷൈൻ ചെയ്തിരിക്കുകയാണ്. നീ ഇങ്ങനെ ഇരിക്കട്ടെ, ബാക്കിയുള്ള ഷൈൻ ചെയ്യണം നോക്കിയിട്ട് കേട്ടാ. ഇന്നലെ മറ്റേ പയ്യന്റെ അവസ്ഥ അല്ലേ? മറ്റേ ചെവിയിൽ ഇത് കയറി പോയതിന്റെ ഭയങ്കര വേദനയായിരിക്കും അല്ലേ? ആയിരിക്കും. ചെവിയിലൊക്കെ കയറി കഴിഞ്ഞാല് അത് അനുഭവിച്ചൊക്കെ അറിയാം. ഇതാണ്. ഓക്കെ, കട്ടറുമിന്റെ അവസ്ഥ നല്ല ചോദിക്കാണ്. എന്റെ എന്തൊരു കാണോ അതിന്? എത്ര കാണുമായിരിക്കും. അതെ, കയറിയവരെ അറിയാം. ഓക്കെ. അടുത്ത കറണ്ട് അഫയേഴ്സ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് ഇന്ത്യയിൽ ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ പഠിപ്പിച്ചത് നിന്റെ അടുത്തൊക്കെ ചോദ്യം ചെയ്തു. നീയൊക്കെ എന്താണ് ഓർത്തിരിക്കുന്നത് നോക്കട്ടെ ഇവിടെ. ചോദിക്കാം. ഇതിനെ പഠിപ്പിച്ചതിൻ്റെ ഞാൻ 5 ചോദ്യം ചോദിച്ചാൽ തുടങ്ങാൻ പോണത് കേട്ടോ. ഓക്കെ, ഇവിടെ പറഞ്ഞില്ല നിന്റെ തല അടിച്ചാൽ തിരിക്കും കേട്ടോ. ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നാളെ മിക്കവാറും ഇവരും കാണൂല കേട്ടോ അവർ ഇവിടെ. നിന്റെ അടുത്താണ് ആദ്യ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി റോബോട്ടിക് ഫ്രെയിം വർക്ക് അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? തെലങ്കാന. യു മേഡ് ഇറ്റ് മാൻ. ഓക്കെ, അവൻ രക്ഷപ്പെട്ടു. ഓക്കെ, ഞാൻ നിന്റെ അടുത്താണ് ചോദ്യം. ഇന്ത്യയിൽ ആദ്യത്തെ എലിവേറ്റഡ് അർബൻ എക്സ്പ്രസ് വേ? ഗുരുഗ്രാം ദ്വാരക. ബ്രില്യൻ ബോയ്ഡാ. കണ്ട നമ്മളെ പിള്ളേരെ കണ്ട. ഓക്കെ, ഇനിയിപ്പോൾ പെൺപിള്ളേരെ കണ്ട ഇവിടെ. ഇവിടെ 50 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഇന്ത്യയിൽ ആദ്യ ബാങ്ക് പറഞ്ഞേ? യെസ് ബാങ്ക്. ഓക്കെ, അവളും സ്കോർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ,
ഇവിടെ അവർണ സർക്കാർ വകുപ്പുകളിൽ 100% ഇലക്ട്രിക് വാഹനമുള്ള ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. കണ്ട നമ്മളെ പിള്ളേരെ കണ്ട. ഓക്കെ, സുദർശന ചേച്ചി ഇപ്പം ഷൈൻ ചെയ്യും. ഓക്കെ, എവിടെ സുദർശന ഷൈൻ ചെയ്യാൻ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യത്തെ ജീനോം ഡേറ്റാ സെന്റർ നിലവിൽ വന്ന സംസ്ഥാനം ഏതാ? ഊമയാ പെട്ടെന്ന് ജപാ ജപാ പറ. ആരാ? സുബിന് ഷൈൻ ചെയ്തേ ജീനോം ഡേറ്റാ സെന്റർ. മുസ്ലിം സൈൻ ചെയ്യണ? ഇല്ല, 4 പേര് ഷൈൻ ചെയ്തിട്ടുള്ളൂ. 4 പേര് ഷൈൻ ചെയ്തിട്ടുള്ളൂ. ആരൊക്കെയാണ് 4 പേര് ഷൈൻ ചെയ്തത്? ഇവിടെ ഉമ്മ 2 ഷൈൻ ചെയ്ത്, ഇവിടെ അപ്പർണയും അർച്ചനയും ഷൈൻ ചെയ്ത്. ജീനോം ഡേറ്റാ സെന്റർ അതിലെ ഒന്ന് ഷൈൻ ചെയ്യടാ. ഒന്ന് ഷൈൻ ചെയ്. ജീനോം ഡേറ്റാ സെന്റർ എവിടെ? മഹാരാഷ്ട്ര. നിങ്ങൾ നീങ്ങിരുതാണ് ഇല്ലാത്ത കണക്ഷൻ ഉണ്ടാക്കി ഞാൻ പഠിപ്പിച്ചു. നമ്മുടെ ജീനക്ക് ഇങ്ങനെ നമ്മുടെ ജീനക്ക് എവിടെയാ? കേരളം തന്നെയാടാ. ഈ കണക്ഷൻ പറയുന്ന ഓർമ്മയുണ്ടടാ? എനിക്ക് നാളെ മിക്കവാറും ഇവിടെ ആള് കാണൂല കേട്ടോ. ഞാൻ ജയിലിലും ആവും, എവിടെയൊക്കെ മണ്ണിടിയിലും ആവും. ഓക്കെ, കൊല്ലും ഞാൻ ഇതിനെ മര്യാദ പഠിച്ചാണ്. സുദർശൻ എന്താ പഠിക്കാത്തത്? കണ്ണടച്ച് കാണിക്കുന്നത്. എവിടെയെങ്കിലും വല്ല കല്യാണമായിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച ലീവാണ്. വന്നു ജോബിനെത്തിയാ? ജോബിന് ഷൈൻ ചെയ്യാൻ അവസരം ജോബിന് ഷൈൻ ചെയ്യാൻ അവസരം കൊടുക്കാം. ഓപ്പോസിറ്റാണ്. കറണ്ട് അഫയേഴ്സൊക്കെ നേരെ പഠിച്ചോണം. ഞാൻ എല്ലാത്തിനും തുലയ്ക്കും. ഞാൻ അല്ലെങ്കിൽ എല്ലാത്തിനും കേട്ടോ. 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സ് കേട്ടോ. അവൻ പറയാം ഇപ്പൊ കാണിച്ചു തരാം. അവന് ഇപ്പോൾ ഒന്നിനെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ കണ്ടോ? എടാ ആരാണ്ടാ? മുത്തമിഴ് സെൽവി ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ തമിഴ് വനിത. കണ്ട് പടി. എവിടെ കാല് കഴി നീ വെള്ളം കുടിക്കണം കേട്ടാ. മുത്തമിഴ് സെൽവി കേട്ടാ. അല്ലെ എന്തിനും ചിട്ടി ഇറങ്ങണൊക്കെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത. നിങ്ങൾ സാധിക്കുന്നു മോനെ. ഓക്കെ, പൂർണ്ണമായും ഇ ഗവേണൻസ് മോഡിലേക്ക് മാറുന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പൂർണ്ണമായും ഇ ഗവേണൻസ് മോഡിലേക്ക് മാറുന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്ര പ്രദേശം ഡൽഹി അല്ല, ഞാൻ കണ്ടു. പുതുച്ചേരി അല്ല. നീ കണ്ടെങ്കിൽ പറ. ജമ്മു കാശ്മീർ. അതാണ് നീ കാണാല്ലേ, ഇങ്ങോട്ട് വയ്ക്കാം. ജമ്മു കാശ്മീർ. അതാണുള്ളത്. ജമ്മു കാശ്മീർ. മനസ്സിലായോ? അപ്പൊ ജമ്മു കാശ്മീർ ചോദ്യം എന്താ? പൂർണ്ണമായും ഇ ഗവേണൻസ് മോഡിലേക്ക് മാറുന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ഏത്? ജമ്മു കാശ്മീർ. ഓക്കെ, അടുത്ത. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ബിരിയാണി വെൻഡിങ് മെഷീൻ അല്ലെങ്കിൽ ബിരിയാണി ATM സ്ഥാപിച്ചത് എവിടെയാണ്? ഹൈദരാബാദ് അല്ല. അവിടെ നിന്നൊരു പ്രധാനപ്പെട്ട ബിരിയാണി ഉണ്ട്. തലപ്പാക്കട്ടി. അപ്പം ചെന്നൈയാണ് കേട്ടാ. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ബിരിയാണി മുസ്ലിം പറഞ്ഞായിരുന്ന ഫുഡ് മുസ്ലിന്റെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫുഡ് ഹണ്ടറാണ് അവൻ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ബിരിയാണി വെൻഡിങ് മെഷീൻ അല്ലെങ്കിൽ ബിരിയാണി ATM എവിടെയാണ്? ചെന്നൈയാണ്. എവിടെയാണ്? ചെന്നൈയാണ്. ഇതെന്തിനാണ് ഇപ്പോൾ വായിച്ചത്? ബിരിയാണിനാന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത്. കരമാലിന്യത്തിൽ നിന്നും ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാനുള്ള രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലയിൽ വന്നത് എവിടെയാണ്? വളരെ കരമാലിന്യത്തിൽ നിന്നും ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാനുള്ള രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാ? ചോദ്യം മനസ്സിലായില്ല. എന്ത് പോണത്? ചേട്ടൻ വന്ന എന്താ പൊക്കോ? കരമാലിന്യത്തിൽ എന്ത് വേർതിരിച്ചെടുക്കാനുള്ള പിള്ളേരെ? ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാനുള്ള രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് എവിടെയാണ്? സംസ്ഥാനത്തിലാണ്. സംസ്ഥാനത്തിലായിരിക്കുമല്ലോ. സംസ്ഥാനമല്ല. മുംബൈ അല്ല. പൂനെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പൂനെ കേട്ടോ. അപ്പോൾ കരമാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാനുള്ള രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് എവിടെയാണ് പിള്ളേരെ? പൂനെയിലാണ്. എവിടെയാണ്? പൂനെയിലാണ്. ഓക്കെ, അടുത്ത. ഇന്ത്യയിലെ ആദ്യത്തെ ചിപ്പ് നിർമ്മാണശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലായിരിക്കുമല്ലോ ചിപ്പൊക്കെ വരണത്. മൊതേലല്ല. ചെറിയ മാറ്റിയാൽ മതി. നീ മൊതേല ഇപ്പം ലൊതേര എന്നല്ലേ പറഞ്ഞത്? മൊതേര എന്നല്ലേ പറഞ്ഞത്? ഇല്ല പക്ഷെ ദൊലേറ ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ചിപ്പ് നിർമ്മാണശാല നിലയിൽ വരുന്നത് എവിടെയാണ് പിള്ളേരെ? ദൊലേറ ഗുജറാത്ത്. ചിപ്പ് നിർമ്മാണശാലയൊക്കെ വരണേ ഉള്ളൂ.
ഇവിടെ 2016 2000 നോട്ട് ഇറങ്ങിയപ്പോൾ അതിൽ ചിപ്പുണ്ടെന്നും പറഞ്ഞൊരു കുറേ കഥ ഇറങ്ങിയായിരുന്നു. ചിപ്പുണ്ടെന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലാദ്യ ചിപ്പ് നിർമ്മാണശാല നിലവിൽ വരുന്നത് എവിടെയാണ് പിള്ളേരെ? ധൊലേറ. എവിടെയാണ്? ധൊലേറ, ഗുജറാത്ത്. അപ്പം 4 ചോദ്യം പറഞ്ഞ് പൂർണ്ണമായും ഈ ഗവേണൻസ് മോഡിലേക്ക് മാറുന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ജമ്മു ആൻഡ് കാശ്മീർ. ഇന്ത്യയിൽ ആദ്യത്തെ ബിരിയാണി വെൻഡിങ് മെഷീൻ അല്ലെങ്കിൽ ബിരിയാണി ATM എവിടെ? ചെന്നൈ. ഓക്കെ, കരമാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാനുള്ള രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് എവിടെ? പൂനെ. എവിടെയാണ്? പൂനെ. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ ചിപ്പ് നിർമ്മാണശാല എവിടെയാണ് പിള്ളേരെ? ധൊലേറ, ഗുജറാത്ത്. ധൊലേറ, ഗുജറാത്ത്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസ് തുറക്കുന്ന വിദേശ സർവകലാശാല ഏതാണ്? ഇന്ത്യയിൽ ക്യാമ്പസ് തുറക്കുന്ന ആദ്യ വിദേശ സർവകലാശാലയാണ് ഡീക്കിൻ യൂണിവേഴ്സിറ്റി. ആണ് പിള്ളേരെ ഡീക്കിൻ യൂണിവേഴ്സിറ്റി. ഈ ഡീക്കിൻ യൂണിവേഴ്സിറ്റി ഏതായിട്ടെന്നറിയോ? ഓസ്ട്രേലിയ. ഡീക്കിൻ യൂണിവേഴ്സിറ്റി എവിടെയാണ് പിള്ളേരെ? ഓസ്ട്രേലിയ ആണ്. എവിടെയാണ് ഈ ക്യാമ്പസ് വരുന്നതെന്നറിയോ? ഹൈദരാബാദല്ല. ഏത് സംസ്ഥാനം എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും വരണത്? ഗുജറാത്ത്. ഓക്കെ, മോദിക്ക ഗുജറാത്ത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസ് തുറക്കുന്ന വിദേശ സർവകലാശാല ഏതാണ് പിള്ളേരെ? ഡീക്കിൻ. ഏതാണ്? ഡീക്കിൻ സർവകലാശാല, ഡീക്കിൻ യൂണിവേഴ്സിറ്റി. ഡീക്കിൻ യൂണിവേഴ്സിറ്റി എവിടെയാണ്? ഗുജറാത്ത്. ഓസ്ട്രേലിയ. ഇതിപ്പോ എവിടെയാ വരാൻ പോണത്? ഗുജറാത്ത്. ഓസ്ട്രേലിയ ആണ് എവിടെയാണ് നിലവിൽ വരാൻ പോണത്? ഗുജറാത്ത്. വേറെ ആൾ ഷൈൻ ചെയ്യാൻ വന്നിട്ട് സാർ അവിടെ ഇങ്ങനെ വെച്ചോടെ പോസിറ്റ്. ഇവിടെ രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യത്തെ നോമിനേറ്റഡ് അംഗം ആരാ? PT ഉഷ. രാജ്യസഭ കൺട്രോൾ ചെയ്യുന്ന ആദ്യത്തെ നോമിനേറ്റഡ് അംഗമാണ് ആര്? PT ഉഷ. ആരാണ് പിള്ളേരെ? PT ഉഷ. ഓക്കെ, അടുത്ത് ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ സ്ഥലം? സംസ്ഥാനം പറഞ്ഞാൽ മതി. അല്ല, ഗുജറാത്തല്ല, ജമ്മു കാശ്മീർ. ഏതാണ്? ജമ്മു കാശ്മീർ. അത് സംസ്ഥാനമല്ല, കേന്ദ്രഭരണ പ്രദേശമാണ് കേട്ടോ, ജമ്മു കാശ്മീർ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ് പിള്ളേരെ? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ സ്ഥലത്തിൻ്റെ പേര് അറിയോ? കണ്ട സ്ഥലത്തിൻ്റെ പേര് റിയാസ്. റിയാസി. അതുപോലെ റിയാസി. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ സ്ഥലമാണ് ഏത്? പറ. ജമ്മു കാശ്മീരിലെ റിയാസി. പറ പിള്ളേരെ, ജമ്മു കാശ്മീരിലെ റിയാസി. ഓക്കെ, അടുത്ത് എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ രാജ്യത്തിലെ ആദ്യ ജില്ല ഏതാ? വയനാടാണ് കേട്ടോ, വയനാട്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ രാജ്യത്തിലെ ആദ്യ ജില്ല ഏതാണ്? അതായത് അവിടെ തിരിച്ചറിയൽ രേഖകളെല്ലാം നൽകിയ ആദ്യത്തെ ജില്ല, ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ഏത്? വയനാട്. നമുക്ക് 2 ചോദ്യങ്ങൾ പഠിച്ചിട്ട് മതിയാക്കാം. ഇന്ത്യയിൽ ആദ്യമായി വിൻറ്റേജ് വാഹനങ്ങൾക്കായി പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? വിൻറ്റേജ് വാഹനങ്ങൾക്കായിട്ട് പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ച സംസ്ഥാനം. വിൻറ്റേജ് ആകുമ്പോൾ ഒടിഞ്ഞു പോകൂലേ? ഒഡീഷ. ഓക്കെ, വിൻറ്റേജ് ആകുമ്പോൾ ഒടിഞ്ഞു പോകും. അപ്പോൾ ഒഡീഷ. അതാണ് വളരെ ഒഡീഷ. ഓക്കെ, ഒഡീഷ. ഇതാണ് കിട്ടിയത്. ഇപ്പോഴല്ലേ കിട്ടിയത്? വാഹനം എന്ന് പറഞ്ഞപ്പോഴാണ് കിട്ടിയത്. നമ്മൾ ഇവിടെ ഇപ്പോഴത്തെ വണ്ടികളുടെ ബാക്കിൽ കേട്ടോ ഈ BS രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, ഭാരത് 4, ഭാരത് 5 അങ്ങനെയൊക്കെ എഴുതി വെക്കാറുണ്ട്. ഒരു പയ്യെ കേട്ടാ, ഒരു പയ്യെ ഇവനറിയാം, പയ്യനെ ഇവനറിയാം കേട്ടാ, പയ്യെ ഒരു പയ്യെ മറ്റേ കൈ അതേ പയ്യെ ഭാരത് ഇപ്പോഴത്തെ ഭാരത് 4, ഭാരത് 5 എന്നൊക്കെ എഴുതി. അത് മറ്റേ ഇതാണ് BS 4, BS 6 ഇവൻ്റെ എഞ്ചിൻ്റെ ഇതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പോണ സമയത്ത് ഒരു വണ്ടി ഇങ്ങനെ പെട്ടെന്ന്, ഒരു ഇന്നോവ പെട്ടെന്ന് ഇങ്ങനെ റോങ് സൈഡിൽ കയറി ഇങ്ങനെ വന്ന് ഫ്രണ്ട് കയറിപ്പോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഭാരത് 4 എന്ന് എഴുതിയിരിക്കുന്നത്. ഭാരത് 4 അതായത് റോമൻ ലെറ്റേഴ്സിൽ. ചേട്ടാ അത് ഭാരത് TVയുടെ വണ്ടിയാണ് ചേട്ടാ, ഭാരത് TVയുടെ വണ്ടി. അത് ചേട്ടാ ഭാരത് TVയുടെ വണ്ടി. മറ്റേ പയ്യേ ഭാരത് പയ്യെ അറിഞ്ഞൂടാ നമുക്ക്. പയ്യന്റെ വേറെ സംഭവം ആദ്യം നീ വീഡിയോ ഉണ്ടാക്കിയത്. പയ്യന്റെ വേറെ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി വിൻറ്റേജ് വാഹനങ്ങൾക്കായി പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഏത് പിള്ളേരെ? ഒഡീഷ. അപ്പോൾ വിൻറ്റേജ് സ്ഥാനം ഒടിഞ്ഞു പോകുന്നോർത്താ കേട്ടോ, ഒഡീഷ. അടുത്ത് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് IVF. എന്താണ് IVF എന്ന് വെച്ചാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. എന്താണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ? അത് നമ്മൾ പഠിക്കുന്ന സാധനമാണ്. IVF എന്താണ് പിള്ളേരെ? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. IVF മൊബൈൽ യൂണിറ്റ് നിലവിൽ വന്നത് എവിടെയെന്നറിയാവോ? അമ്രേലി. എന്താണ് പിള്ളേരെ? അമ്രേലി. എന്താണ് അമ്രേലി? അമ്രേലി. ഓക്കെ, അമ്രേലി. അത് പഠിക്കാൻ എളുപ്പമുണ്ട്. മറ്റേ ഉമ്ര എന്നൊക്കെ അല്ലേ മൃഗങ്ങൾ വിളിക്കുന്നത്? അമ്രേലി. അതാണ് അമ്രേലി. അമ്രേലി സംസ്ഥാനത്താണ്. നോക്കട്ടെ, അമ്രേലി സംസ്ഥാനത്താണ്. പോസിറ്റാണ്ടാ. അമ്രേലി എവിടെയാടാ?
അമറേലി ഗുജറാത്താണ്. അമറേലി എവിടെയുള്ളത്? ഗുജറാത്ത്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടെ പറയും, എന്നിട്ട് ഞാൻ ഷൈൻ ചെയ്യാനുള്ള അവസരം തരും നിങ്ങൾക്ക്. ഓക്കെ, പൂർണ്ണമായി ഈ ഗവേണൻസ് മോഡിലേക്ക് മാറുന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രമുള്ള പ്രദേശമാണ് ഏത്? ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ബിരിയാണി വെൻഡിംഗ് മെഷീൻ അല്ലെങ്കിൽ ബിരിയാണി ATM സ്ഥാപിച്ച എവിടെയാണ്? ചെന്നൈയിലാണ്. ഖരമാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാനുള്ള രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചിപ്പ് നിർമ്മാണശാല ധുലേറ, ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസ് തുറക്കുന്ന വിദേശ സർവകലാശാല ഡീക്കിൻ യൂണിവേഴ്സിറ്റി എവിടെയാണത്? ഓസ്ട്രേലിയ. എവിടെയാണ് ക്യാമ്പസ് വരുന്നത്? ഗുജറാത്തിൽ. ഓക്കെ, രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യ നോമിനേറ്റഡ് അംഗമാരാ? PT ഉഷയാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് റിയാസി, ജമ്മു കാശ്മീർ. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ്? വയനാടാണ്. ഇന്ത്യയിൽ ആദ്യമായി വിന്റേജ് വാഹനങ്ങൾക്കായി പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ IVF സംവിധാനം ആരംഭിച്ചത് അമ്രേലി, ഗുജറാത്ത്. ഓക്കെ, നമുക്ക് ഷൈൻ ചെയ്യിപ്പിച്ചാലോ? ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം. ശരി, ഓക്കെ, ഒന്ന് വായിച്ചോ. പോസിറ്റീവ്. അവിടെ ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് IVF മൊബൈൽ യൂണിറ്റ് നിലവിൽ വന്നത്? ജമ്മു ആൻഡ് കാശ്മീർ. അയ്യോ, മതി, നിന്റെ മതി. അമറേലി, ഗുജറാത്ത്. IVFന്റെ പുനരുപം എന്താ? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ മൊബൈൽ യൂണിറ്റ്. ഓക്കെ, ശരി. എടാ, ഇന്ത്യയിൽ ആദ്യമേ വിന്റേജ് വാഹനങ്ങൾക്കായി പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ചത്? ഒഡീഷ. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ രാജ്യത്തെ ആദ്യ ജില്ല? വയനാട്. ഇന്ത്യയിൽ ആദ്യമേ ലിഥിയ നിക്ഷേപം കണ്ടെത്തിയ എവിടെ സുബിനെ? ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത്? റിയാസി. ഓക്കെ, രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യ നോമിനേറ്റഡ് അംഗമാരാ? PT ഉഷ. ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസ് തുറക്കുന്ന വിദേശ സർവകലാശാല ഏതാ? ഡീക്കിൻ യൂണിവേഴ്സിറ്റി ഏത് രാജ്യം? എവിടെയാണ് ആ യൂണിവേഴ്സിറ്റി വരുന്നത്? ഗുജറാത്തിൽ. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ ചിപ്പ് നിർമ്മാണശാല നിലവിൽ വരുന്നത് എവിടെ? ധുലേറ, ഗുജറാത്ത്. ഓക്കെ, ഖരമാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാനുള്ള രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലയിൽ വരുന്നത് എവിടെയാ? പൂനെയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ബിരിയാണി വെൻഡിംഗ് മെഷീൻ അല്ലെങ്കിൽ ബിരിയാണി ATM സ്ഥാപിച്ച എവിടെ? ചെന്നൈയിലാണ്. പൂർണ്ണമായി ഈ ഗവേണൻസ് മോഡിലേക്ക് മാറുന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്ര പ്രദേശം ഏതാ? ജമ്മു കാശ്മീർ. എല്ലാവരും ഷൈൻ ചെയ്യണം. നാളെ വായിക്കുമ്പോഴേ ഷൈൻ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, കുറച്ച് നമുക്ക് ഓ, ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പറയും, നിങ്ങൾ തന്നെ മലയാളം പറയണം. ഓക്കെ, എഴുതിക്കോ. എ ബെഡ് ഓഫ് റോസസ്. ഹണിമൂൺ എന്നൊന്നും പറയില്ലേ? അല്ലല്ല, നിന്റെയൊക്കെ മൈൻഡിൽ നിന്റെയൊക്കെ പ്രായമോ അതൊക്കെ ലക്ഷറീസ് അല്ല. അത്യന്തം സന്തുഷ്ടമായ. ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യന്തം സന്തുഷ്ടമായ. ഓക്കെ, അവിടെ നിനക്കൊക്കെ ഉള്ള സാധനമാണ്. ഓക്കെ, അരഗൻസ് എന്താണ്? തലക്കനം അല്ലെങ്കിൽ അഹങ്കാരം. കണ്ട, എല്ലാം പറഞ്ഞാണ്ട. അരഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ARROGANC, അരഗൻസ് എന്താണ് വളരെ? തലക്കനം അല്ലെങ്കിൽ അഹങ്കാരം. കേട്ടോ, അരഗൻസ്. ഹലോ, കേൾക്കുന്നുണ്ടോ? അരഗൻസ് എന്താ പറഞ്ഞേ? ഉത്തരം പറയടോ. തലക്കനം അല്ലെങ്കിൽ അഹങ്കാരം. ഓക്കെ, എ സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ്. ജസ്റ്റ് മിസ്സാ. എടാ, ഈ പരിഭാഷ പറയുമ്പോ ജസ്റ്റ് മിസ്സാ. എ സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ്. ഓക്കെ, ആരാ? അവസാന നിമിഷത്തിലെ പരാജയം. എ സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് പിള്ളേരെ? അവസാന നിമിഷത്തിലെ പരാജയം. കേട്ടോ, അവസാന നിമിഷത്തിലെ പരാജയം. ഓക്കെ, അടുത്ത ആൽഫ ആൻഡ് ഒമേഗ. എന്ന് വെച്ചാൽ ആദിയും അന്തവും. കേട്ടോ, ആദിയും അന്തവും. ഓക്കെ, ആൽഫ ആൻഡ് ഒമേഗ എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? ആദിയും അന്തവും. ഓക്കെ, അപ്പൊ ഈ ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞേ? അത്യന്തം സന്തുഷ്ടമായ. അരഗൻസ് പറഞ്ഞേ? തലക്കനം. ഓക്കെ, സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് പറഞ്ഞേ? അവസാന നിമിഷത്തിലെ പരാജയം. ആൽഫ ആൻഡ് ഒമേഗ പറഞ്ഞേ? ആദിയും അന്തവും. ഓക്കെ, അടുത്ത എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ. കടലിൽ കായം കലക്കുക. എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? കടലിൽ കായം കലക്കുക. എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പിള്ളേരെ? കടലിൽ കായം കലക്കുക. ഓക്കെ, അടുത്ത് ആപ്പിൾ ഓഫ് ഓൺസ് ഐ. കണ്ണിലുണ്ണിയാണ്. അതേപോലെ പെട്ടെ കൊച്ചു കൊമ്പനാണ് കടലക്കണ്ണൻ. ആപ്പിൾ ഓഫ് ഇപ്പൊ ഉണ്ടോ കടലക്കണ്ണൻ? കൊച്ചു ടീ മതിയാക്കിയില്ലേ?
കൊച്ചു ടി വിയിൽ മതിയാക്കിയത് മതിയാക്കി മതിയാക്കി അതുകൊണ്ടാ കുസി ഇല്ലില്ല ഇപ്പം ഇല്ല കറക്റ്റ് ആവാൻ പറയണേ ഇപ്പം ഇല്ല മതിയാക്കി വിഷമത്തോടെ കണ്ണൊക്കെ തുറച്ചിട്ട് എന്ന് വെച്ചിട്ട് എന്ന് കണ്ടിട്ടാണോ പിള്ളേര് നടക്കില്ലേ ആപ്പിൾ ഓഫ് വൺസായി എന്താണ് കണ്ണിലുണ്ണി എന്താണ് കണ്ണിലുണ്ണി ഓക്കെ അടുത്ത എ ഫോർ തോട്ട് പിൻബുദ്ധി എ ഫോർ തോട്ട് FRE അത് തന്നെ കരുതി കൂട്ടിയുള്ള ഇടാ എ ഫോർ തോട്ട് എന്ന് പറഞ്ഞാൽ കരുതി കൂട്ടിയുള്ള ഇടാ എ ഫോർ തോട്ട് FORE THOUGHTT എല്ലാം തെറ്റി FORE തോട്ട് THOUGHT ഓക്കെ കരുതി കൂട്ടിയുള്ള ഓക്കെ അടുത്ത് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് മറ്റേ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ അതെ കപട സുഹൃത്ത് കേട്ടോ കപട സുഹൃത്ത് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ് പിള്ളേരെ കപട സുഹൃത്ത് കേട്ടോ എ സ്നേക്ക് ഇൻ ദ ഗ്രാസിന്റെ മലയാള പരിഭാഷയാണ് എന്ത് കപട സുഹൃത്ത് എ സ്നേക്ക് ഇൻ ദ ഗ്രാസിന്റെ മലയാള പരിഭാഷ എന്താണ് കപട സുഹൃത്ത് ഓക്കെ അടുത്ത് നിങ്ങൾ പറയും അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷം എന്താണ് കേവല ഭൂരിപക്ഷം അബ്സല്യൂട്ട് മെജോറിറ്റി എന്താണ് പിള്ളേരെ കേവല ഭൂരിപക്ഷത്തിന്റെ ഇംഗ്ലീഷ് ആണെന്ത് അബ്സല്യൂട്ട് മെജോറിറ്റി ഓക്കെ അടുത്ത മാറ്റർ ഓഫ് ഒപ്പീനിയൻ ആർക്ക് പറയാം തർക്ക വിഷയം എ മാറ്റർ ഓഫ് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എന്താണ് തർക്ക വിഷയം എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ തർക്ക വിഷയം ഓക്കെ തർക്ക വിഷയം അപ്പോൾ ഫുള്ള് ഒന്ന് ചോദിക്കട്ടോ ഇനി ഒരു 5-6 കൂടെ ഉണ്ട് ഓക്കെ എ ബെഡ് ഓഫ് റോസസ് പറ അത്യന്തം സന്തുഷ്ടമായ അരഗൻസ് പറ തലക്കനം ഓക്കെ സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് പറ അവസാന നിമിഷത്തിലെ പരാജയം ആൽഫ ആൻഡ് ഒമേഗ പറ ആദി അന്തം എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ പറ കടലിൽ കായം കലക്കുക ആപ്പിൾ ഓഫ് ഓൺ സായി പറ കണ്ണിലുണ്ണി എ ഫോർത്തോട്ട് പറ കരുതി കൂട്ടിയുള്ള എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് പറ കപട സുഹൃത്ത് അബ്സല്യൂട്ട് മെജോറിറ്റി പറ കേവല ഭൂരിപക്ഷം എ മാറ്റർ ഓഫ് ഒപ്പീനിയൻ പറ തർക്ക വിഷയം അടുത്ത് എബൌട്ട് ഫേസ് അങ്ങനെ പറയാൻ പറ്റുമോ എബൌട്ട് ഫേസ് എന്ന് വെച്ചാൽ നയം മാറ്റുക എന്താണ് വളരെ നയം മാറ്റുക എബൌട്ട് ഫേസ് എന്ന് വെച്ചാൽ എന്താണ് നയം മാറ്റുക എബൌട്ട് ഫേസ് എന്താണ് വളരെ നയം മാറ്റുക ഓക്കെ ABOUT എബൌട്ട് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നയം മാറ്റുക അടുത്ത മാറ്റർ ഓഫ് കോഴ്സ് പറയാൻ പറ്റുമോ എ മാറ്റർ ഓഫ് കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിവ് പോലെ എന്താണ് വളരെ പതിവ് പോലെ എ മാറ്റർ ഓഫ് കോഴ്സ് എന്ന് വെച്ചാൽ എന്താണ് കുട്ടികളെ പതിവ് പോലെ എ മാറ്റർ ഓഫ് കോഴ്സ് എന്ന് വെച്ചാൽ പതിവ് പോലെ ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പം നമ്മൾ A4 തോട്ട് പറഞ്ഞായിരുന്നു A4 തോട്ട് എന്താണ് കരുതി കൂട്ടിയുള്ള അപ്പം ആഫ്റ്റർ തോട്ട് പറഞ്ഞാണ് ആഫ്റ്റർ തോട്ട് പിൻബുദ്ധി എന്താണ് ആഫ്റ്റർ തോട്ട് എന്താണ് പിള്ളേരെ പിൻബുദ്ധി ഓക്കെ ഇനി അടുത്ത 3 ഉണ്ട് നിങ്ങൾ റിഫ്ലക്സ് ഞാൻ പരിശോധിക്കാൻ പോവുകയാണ് ആരാണ് പറയണത് നോക്കാം ഓക്കെ ശരി അടുത്ത ചോദ്യം എ ബേഡ്സ് ഐ വ്യൂ വിഹഗവീക്ഷണം ആദ്യം പറഞ്ഞാൽ എവിടെ നിന്നാണ് എല്ലാവരും പറഞ്ഞല്ലേ എ ബേഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ വിഹഗവീക്ഷണം എന്താണ് വളരെ വിഹഗവീക്ഷണം എ ബേഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ വിഹഗവീക്ഷണം അടുത്ത ആരെയും പറയാൻ ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ എ ഹോട്ട് പൊട്ടറ്റോ സങ്കീർണ പ്രശ്നം എ ഹോട്ട് പൊട്ടറ്റോ സങ്കീർണ പ്രശ്നം ഓക്കെ സങ്കീർണ പ്രശ്നം ലാസ്റ്റ് ചോദ്യം അവസാന ചോദ്യം അറ്റൻഷൻ ഈസ് ഇൻവൈറ്റഡ് ശ്രദ്ധ ക്ഷണിക്കുന്നു ശ്രദ്ധ ക്ഷണിക്കുന്നു ഓക്കെ ശരി അപ്പോൾ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് ഇത് ഫുള്ള് പറയാൻ പറ്റുന്ന ആയിലുണ്ടോ ഒന്നുകൂടെ പറഞ്ഞില്ല എന്നിട്ട് ഫുള്ള് പറയാൻ പറ്റുന്ന നോക്കാമേ പിള്ളേരെ നോക്കാം എ ബെഡ് ഓഫ് റോസസ് എന്ന് വെച്ചാൽ അത്യന്തം സന്തുഷ്ടമായ അരഗൻസ് തലകളിലെ അഹങ്കാരം എ സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് അവസാന നിമിഷത്തിലെ പരാജയം ആൽഫ ആൻഡ് ഒമേഗ ആദി അന്തവും ഓക്കെ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ കടലിൽ കായം കലക്കുക ആപ്പിൾ ഓഫ് ഒൺസായി കണ്ണിലുണ്ണി ഓക്കെ എ ഫോർ തോട്ട് കരുതി കൂട്ടിയുള്ള എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് കപട സുഹൃത്ത് അടുത്ത അബ്സല്യൂട്ട് മെജോറിറ്റി കേവല ഭൂരിപക്ഷം അടുത്ത എ മാറ്റർ ഓഫ് ഒപ്പീനിയൻ തർക്ക വിഷയം എബൌട്ട് ഫേസ്
നയം മാറ്റുക. നയം മാറ്റുക. എ മാറ്റർ ഓഫ് കോഴ്സ് പതിവ് പോലെ മാറ്റർ ഓഫ് കോഴ്സ് പതിവ് പോലെ. ആഫ്റ്റർ തോട്ട് പിൻപുത്തി. എ ബേർഡ്സ് ഐ വ്യൂ വീക്ഷണം. അടുത്ത് ഹോട്ട് പൊട്ടറ്റോ സങ്കീർണ പ്രശ്നം. അടുത്ത് അറ്റൻഷൻ ഇൻവൈറ്റഡ് ശ്രദ്ധ ക്ഷണിക്കുന്നു. ഓക്കെ, ആരാണ് ഷൈൻ ചെയ്യാൻ പോണത്? അകത്തോ പുറത്തോ ഇരിക്കുന്ന ആർക്കാണോ ഷൈൻ ചെയ്യുക? അപ്പൻ കൈവക്കി. ഇതിപ്പോൾ കൈവക്കി എന്തിനാ നീ ഇപ്പം കൈവങ്ങിയില്ല ഇതിൻ്റെ? അപ്പോൾ അപ്പനെ ഷൈൻ ചെയ്യണ്ട, നീ പിന്നെ ഷൈൻ ചെയ്യാൻ പോവുകയാണ്. നീ പിന്നെ ഷൈൻ ചെയ്തതാ. ഓക്കെ, നീ ഷൈൻ ചെയ്തോ. പറയേ ബെഡ് ഓഫ് റോസസ്. നീ നീയൊക്കെ നീ ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ ഇരി. രണ്ടെണ്ണം കൈ ഇങ്ങനെ വേടാ, കൈ വേടാ, ഇങ്ങനെ വീടാ. ആ, നീ ഷൈൻ ചെയ്തോടാ. ആ, കൈ വേടാ. ബെഡ് ഓഫ് റോസസ്. അത്യന്തം സന്തുഷ്ടം. അറഗൻസ്. തലക്കനല്ല. എ സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ലിപ്പ്. ഓക്കെ, ആദി അന്തവും. ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ. കടലിൽ കായം കലക്കുക. ഓക്കെ, ആപ്പിൾ ഓഫ് ഓൺസായി. കണ്ണിലുണ്ണി. എ ഫോർ തോട്ട്. കരുതിക്കൂട്ടിയുള്ള. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. കപട സുഹൃത്ത്. അബ്സല്യൂട്ട് മെജോറിറ്റി. കേവല ഭൂരിപക്ഷം. ഓക്കെ, എ മാറ്റർ ഓഫ് ഒപ്പീനിയൻ. തർക്കവിഷയം. അടുത്ത അബൌട്ട് ഫേസ്. നയം മാറ്റുക. ഓക്കെ, മാറ്റർ ഓഫ് കോഴ്സ്. മോട്ടർ ഓഫ് കോഴ്സ് പതിവ് പോലെ. ഓക്കെ, ആഫ്റ്റർ തോട്ട്. പിൻബുദ്ധി. ഓക്കെ, ബേർഡ്സ് ഐ വ്യൂ. വീക്ഷണം. ഓക്കെ, ഹോട്ട് പൊട്ടറ്റോ. സങ്കീർണ വിഷയം. ഓക്കെ, അറ്റൻഷൻ ഈസ് ഇൻവൈറ്റഡ്. ശ്രദ്ധ ക്ഷണിക്കുന്നു. ഓക്കെ, ഇനി തന്നെ ഞാൻ പുതിയ നയം കൊണ്ടുവരാൻ പോവുകയാണ്. ഇപ്പം ഇവിടെ നിങ്ങളിപ്പോൾ 3 പേര് ഇരിക്കുകയില്ലേ? നിങ്ങൾ സ്ഥിരം 3 പേര് ഇരിക്കണത്. ഞാൻ ഇതുപോലെ ആരാണ് പറയാൻ പോകണമെന്ന് കേൾക്കുമ്പോൾ ആ പറയുന്ന ആളൊഴിച്ച് ബാക്കി 2 പേര് ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കണം. ക്ലാസ് അവൻ ആ പറഞ്ഞു തീരുന്നവരാ, അയാൾ പറഞ്ഞു തീരുന്നവരാ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. പെട്ടെന്ന് അതായത് ആരാണോ ഏറ്റെടുക്കുന്നത്, അപ്പൊ നീ ഏറ്റെടുക്കണമെങ്കിൽ ബാക്കി 2 പേരും ഇങ്ങനെ ഇരിക്കണം. മനസ്സിലായില്ല? നീ ഇങ്ങനത്തെ മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. പുറത്തുള്ളവരെ എടുത്താം, പക്ഷെ അവര് ഇരിക്കുന്നത് വീഡിയോ കാണാൻ പറ്റൂല. സുബിനൊക്കെ ഇപ്പോഴേ വേണം. സുബിനാണ് ക്ലാസ് പുള്ളി ഇങ്ങനെ ഇരിക്കാന്ന്. ഓക്കെ, ശരി. അടുത്ത റിവിഷൻ അല്ലേടാ? ആ, റിവിഷൻ. ഓക്കെ, റിവിഷൻ. റിവിഷൻ ഫോണിൽ മാറ്റിക്കണ്ട. നീങ്ങടാ. ഓക്കെ, അപ്പുറം മറച്ചു വെച്ച് എഴുതിക്കോണം കേട്ടോ. ശരി. കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. ഒന്നാമത്തെ ചോദ്യം. കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. വജ്രത്തിൻ്റെ മികച്ച താപചാലകതയ്ക്കുള്ള കാരണം എന്താണ്? വജ്രത്തിൻ്റെ മികച്ച താപചാലകതയ്ക്കുള്ള കാരണം എന്താണ്? വജ്രത്തിൻ്റെ മികച്ച താപചാലകതയ്ക്കുള്ള കാരണം എന്താണ്? എഴുതിയല്ലോ. മൂന്നാം ചോദ്യം. നൈട്രജൻ്റെ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറം എന്താണ്? നൈട്രജൻ്റെ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറം ഏതാണ്? എഴുതിയല്ലോ. നാലാമത്തെ ചോദ്യം. പീതം എന്നാൽ എന്താണ്? പീതം എന്നാൽ എന്താണ്? പീതം എന്നാൽ എന്താണ്? അഞ്ചാം ചോദ്യം. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം ഏതാണ്? കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം ഏതാണ്? ആറാമത്തെ ചോദ്യം. ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഓക്കെ, എത്ര ക്വസ്റ്റ്യനായി? 6. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളികൾ കാണപ്പെടുന്ന കാർബണിൻ്റെ രൂപാന്തരം. ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളികൾ കാണപ്പെടുന്ന കാർബണിൻ്റെ രൂപാന്തരം ഏത്? എഴുതിയല്ലോ. ഓക്കെ, ചോദ്യം ഒന്നുകൂടെ വേണം നോക്കെങ്കിലും? വേണ്ട, എഴുതി കൊള്ളാം. അടുത്ത്. എന്താണ് ആഗോളതാപനം? എന്താണ് ആഗോളതാപനം? 8ാം ക്വസ്റ്റ്യൻ. എന്താണ് ആഗോളതാപനം? എന്താണ് ആഗോളതാപനം? എന്താണ് ആഗോളതാപനം?
ആഗോളതാപനവും ആത്മഹത്യയും. ആത്മഹത്യ എഴുതണ്ട, ആഗോളതാപനം. മറ്റേ അതിൻ്റെ ഏത് സിനിമയിൽ എൻ്റെ ഒരു ഇന്ത്യൻ പ്രണയതയിൽ ഇന്നസെൻ്റ് ചർച്ചയ്ക്ക് പോണ വിഷയമാണ് ആഗോളതാപനം, ആത്മഹത്യ. ഓക്കെ, എഴുതിയില്ല. എന്താണ് ആഗോളതാപനം? എഴുതിയല്ലോ. അടുത്ത 9ാം ചോദ്യം. ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? 10ാം ചോദ്യം. എന്താണ് കാറ്റിനേഷൻ? കാറ്റിനേഷൻ എന്താണെന്ന് എഴുതണം. കാറ്റിനേഷൻ. ഓക്കെ, കാറ്റിനേഷൻ. എഴുതിയാ? നീ പൊട്ടെന്ന് എനിക്കറിയാം. നീ പഠിക്കണ്ട. ഓക്കെ പിള്ളേരെ, 1ാം ചോദ്യം എന്തായിരുന്നു? നമ്മുടെ കാർബണിന്റെ ക്രിസ്റ്റലീൻ രൂപാന്തരങ്ങൾ അല്ലേ? ഗ്രാഫൈറ്റ്, ഗ്രഫീന്, ഫുള്ളറീൻ, വജ്രം. ഓക്കെ, അടുത്ത 2ാം ചോദ്യം. വജ്രത്തില് മികച്ച താപചാലകത വരാനുള്ള കാരണം എന്താണ്? എന്താണ്? സഹസംയോജക ബന്ധം, ഉയർന്ന സഹസംയോജക ബന്ധം. ഓക്കെ, അടുത്ത് വജ്രം ആരുമായി പ്രവർത്തിക്കുമ്പോൾ? നൈട്രജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറമാണ് ഏത്? മഞ്ഞ. പീതം എന്ന് വെച്ചാൽ മഞ്ഞ. ഏറ്റവും കാഠിന്യമേറിയ കാർബണിന്റെ രൂപാന്തരം ഏതാണ്? വജ്രം. ഓക്കെ, അടുത്ത ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും എത്ര കാർബൺ ആറ്റവുമായിട്ടാണ് സഹസംയോജക ബന്ധത്തിൽ? 3. ഓക്കെ, അടുത്ത് ഷഡ്ഭുജ ആകൃതിയിലുള്ള വലയങ്ങൾ ഗ്രഫീൻ. ഏതാണ് വളരെ? ഗ്രഫീൻ. ഓക്കെ, എന്താണ് ഹരിതഗ്രഹ പ്രവാഹം? എന്താണ് ആഗോളതാപനം? ഹരിതഗ്രഹ പ്രവാഹം കാരണം അന്തരീക്ഷത്തിലും ഭൂമിയിലും താപനില ക്രമാതീതമായി കൂടുതൽ പറയുന്ന പേരാണെന്ത്? ഹരിതഗ്രഹ പ്രവാഹം. കേട്ടോ, താപനിലയ്ക്ക് പകരം കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കണ്ണിട്ട് തരും കേട്ടോ. ഓക്കെ, താപനില കൂടുന്നതാണ് ഹരിതഗ്രഹ പ്രവാഹം. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുന്നതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഓക്കെ, അപ്പൊ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണം നമ്മുടെ ഈ ഭൂമിയിലും അന്തരീക്ഷത്തിലും താപനില കൂടുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഹരിതഗ്രഹ പ്രവാഹം. ഇവൻ കൊല്ലും കേട്ടെ. ഓക്കെ, ശരി. അടുത്ത ഓക്സിജന്റെ അഭാവത്തിൽ അപൂർണ ജ്വലനം സംഭവിക്കുകയും അതിലൂടെ ഉണ്ടാകുന്ന വാതകമാണ് ഏത്? കാർബൺ മോണോക്സൈഡ്. ഓക്കെ, അടുത്ത കാറ്റിനേഷൻ എന്താണ്? ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾ തമ്മിലുള്ള ഒരേ മൂലകത്തിലെ ആറ്റങ്ങൾ ചേർന്നിട്ട് സംയുക്തം ഉണ്ടാകുന്ന പറയുന്ന പേരാണ് എന്ത്? കാറ്റിനേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര മാർക്ക്? ഇവിടെ 8 ഇല്ലല്ലേ? ശരി, അപ്പൊ 2 8 ഇല്ല, 7 മാർക്ക്. 3 8 ഇല്ല, 1 തെറ്റി. 7 മാർക്ക്. ഓക്കെ, ആണെന്ന് എത്ര? 9 ഫുള്ളില്ലേ? സംയോജന ബന്ധം, ആ ബന്ധത്തിന് എഴുതിയില്ല. ഓക്കെ, നിനക്ക് 7 മാർക്ക്. നിനക്ക് നല്ല പഠിത്തമാണല്ലോ എല്ലാവരും. അയ്യോ, നല്ല സുഖമുണ്ടല്ലേ? പറയണില്ല. വൈകുന്നേരം എനിക്ക് കിട്ടും നിങ്ങളുടെ ക്ലാസ്സിൽ. അവിടെ 7, 9, 10. ഓക്കെ, കൊള്ളാം. 2 പേർക്ക് മാത്രമാണ് 10 ഉള്ളത്. നീയൊക്കെ പഠിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. എനിക്ക് സംസാരിക്കാൻ വയ്യ. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റ, ബൈ.